ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പമാണ്. അതിനായി നമ്മൾ വയനയില എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. ഒരു 10-15 എടുത്തിട്ടുണ്ട്. ആ ഇലയിൽ കഴുകി വൃത്തിയാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്ക കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് അടിച്ചെടുക്കണം. അതിന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പരുവം ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏലക്കയും തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. തേങ്ങയും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ എത്ര ആവശ്യത്തിന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങയും കാര്യങ്ങളൊക്കെ എടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ശർക്കര നമുക്ക് പാനി വെച്ചാൽ മെയിനായിട്ട് ഇതൊക്കെയാണ് വേണ്ടുന്നത്. ശർക്കര വേണം, തേങ്ങ വേണം, ഏലക്ക, ചക്ക എത്രയാണോ എടുക്കുന്നത് അത്രയും. പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി, അതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ വരണം. ഇങ്ങനെ അത് എടുക്കുമ്പോൾ ഇങ്ങനെ വീഴത്തില്ല, അതേപോലെ വരണം. ഇനി നമുക്ക് പാത്രം അടുത്ത് വെക്കാം. ഞാൻ ഇഡലിക്കുട്ട കണത്തിലാണ് വെക്കുന്നത്. ഇഡലിയുടെ ഇത് വെച്ചിട്ട് നമുക്ക് കുമ്പിളൊക്കെ വെച്ചിട്ടില്ലായിരുന്നു. അതിനകത്തോട്ട് നമുക്ക് ചക്ക റെഡിയാക്കി വെച്ചിരുന്ന് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പയിൽ വെക്കാം. ഒരു 10-15 മിനിറ്റ് വെക്കണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. നല്ല ആവി വന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. മാറ്റി വെച്ച് ഗൈസ്, നമുക്ക് ഇനി നിങ്ങളും റെഡിയാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.